ഇവൻ ഒരു പഴയ കാർ വാങ്ങി അതിനെ മോഡിഫൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം അവന് മനസ്സിലായി. ആ കാർ മുഴുവൻ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. പിന്നെ അയാൾ കാറിന്റെ ബോണറ്റ് തുറന്ന് ഉരച്ചു നോക്കി. അവിടെയും സ്വർണം കണ്ടു. അവൻ കാറിന്റെ പല ഭാഗങ്ങളിലും ഉരച്ചു നോക്കി. എല്ലായിടത്തും സ്വർണ്ണ നിറം തെളിഞ്ഞു വന്നു. അതിനുശേഷം ഇത് ആരും അറിയാതിരിക്കാൻ കാർ വീണ്ടും വെള്ള നിറത്തിൽ പെയിന്റ് ചെയ്തു. ഇത് യഥാർത്ഥ സ്വർണം തന്നെയാണെന്ന് ഉറപ്പാക്കാൻ അവൻ കാറിന്റെ എക്സോസ്റ്റ് പൈപ്പ് മുറിച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പൈപ്പ് നോക്കിയ ശേഷം സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു, ഇത് സ്വർണമാണെങ്കിൽ പോലും ഗുണനിലവാരമില്ലാത്തതായിരിക്കും. പിന്നെ അത് ഉരച്ച് പരിശോധിക്കാൻ തുടങ്ങി. പരിശോധന പൂർത്തിയായ ഉടൻ സ്വർണ്ണപ്പണിക്കാരൻ അത്ഭുതപ്പെട്ടു. കാരണം അത് ശുദ്ധമായ സ്വർണമായിരുന്നു. അവനോട് ഈ സ്വർണം എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു. എങ്കിലും അവൻ മറുപടി നൽകിയില്ല. സ്വർണ്ണപ്പണിക്കാരൻ തന്റെ നമ്പർ അവന് കൊടുത്തു. നീ കൊണ്ടുവരുന്ന അത്രയും സ്വർണം ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ കാര്യം ഗുണ്ടാസംഘം അറിഞ്ഞു. അവൻ കാർ എടുത്തു അവിടെ നിന്ന് മുങ്ങി. പക്ഷേ വഴിയിൽ ടയർ പഞ്ചറായി. അവൻ ഒരു ഗാരേജിലെത്തി. ഗാരേജ് ഉടമ ആവശ്യപ്പെട്ട പണം അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ എക്സോസ്റ്റ് പൈപ്പ് കഷണം അയാൾക്ക് കൊടുത്തു. അയാൾക്ക് അത് ശുദ്ധമായ സ്വർണമാണെന്ന് മനസ്സിലായി. കാര്യം പിടികിട്ടിയ അയാൾ കാറിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ചിരണ്ടി നോക്കി. ആ രഹസ്യം